വൈഫിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുണ്ട്, അതുപോലെ ആനിവേഴ്സറി ആഘോഷിക്കുന്നവരുണ്ട്. അതിൽ ഹസ്ബൻഡ് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് അവർ സ്റ്റാറ്റസ് ആക്കി വെക്കും. അവരിപ്പോൾ കേക്ക് മുറിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവർ സ്റ്റാറ്റസ് ആക്കി വെക്കും. ഇതൊക്കെ കണ്ടിട്ട് പ്രശ്നമാവുന്ന മറ്റു ചില സ്ത്രീകളുണ്ട്. അതായത് അവരുടെ ഹസ്ബൻഡ് അത്ര ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളായിരിക്കില്ല, അവർക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു ഇതിലായിരിക്കില്ല അവരുണ്ടാവുന്നുണ്ടാവുക. പക്ഷെ ഇതൊക്കെ കാണുമ്പം അവരും എക്സ്പെക്റ്റ് ചെയ്യണം, ഓക്കെ എനിക്കും ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ലൈഫും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ച് പിന്നെ അത് ഒരു പരാതിയായിട്ടാണ് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതായത് നിങ്ങൾ എനിക്കിത് തന്നില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ അത് വാങ്ങിച്ചു തന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ആ ഹസ്ബൻഡ് ആ ദിവസം ഓർത്ത് വെച്ചിട്ട് ചിലപ്പോൾ അവരെ വിഷ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ അവരൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ ആനിവേഴ്സറി അല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും ഇവർ ലിസ്റ്റിൽ പെടുന്നില്ല. ഇവരെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റൊരു ഹസ്ബൻഡ് കൊടുത്ത ഗിഫ്റ്റിലാണ്. പക്ഷെ എപ്പോഴും ഇവരിടുന്ന എഫേർട്ടിലായിരിക്കണം നമ്മളെ കോൺസെൻട്രേഷൻ ഉണ്ടാവുക. കാരണം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ക്യാഷിലൊക്കെ വന്നു പോവും. അതായത് ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. അപ്പോൾ അത് മറ്റൊരാൾക്ക് ക്യാഷ് കൂടുതലുണ്ട്, അവർ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഈ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഒന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഇയാളൊരു ചോക്ലേറ്റ് ബാർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ആസ് എ ഗിഫ്റ്റ്. പക്ഷെ അയാളത് ആലോചിച്ച് അത് വൈഫിന് കൊടുക്കണം എന്നതുള്ള അയാളുടെ ഒരു ഫിനാൻഷ്യൽ ഇതിനനുസരിച്ചിട്ടാണ് അയാൾ കൊടുത്തിട്ടുള്ളത്. മറ്റേ ആളുടെ ഫിനാൻഷ്യൽ ലെവലിനനുസരിച്ചിട്ടാണ് വൈഫിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യപ്പെട്ടു. അതായത് നമ്മുടെ ബർത്ത്ഡേ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ നമ്മുടെ ഹസ്ബൻഡ് ഓർത്ത് വെച്ച് അത് സെലിബ്രേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിനുള്ള ഒരു എഫേർട്ട് ഇട്ടു എന്നുള്ളതിലായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ മൊമെൻറ്റ്സ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മളപ്പോൾ ചെയ്യുന്നത് എന്താ, ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് കടം വാങ്ങി നമ്മളെ ഹസ്ബൻഡ് അങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. പക്ഷെ നമ്മൾ ആ റിയാലിറ്റിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഓക്കെ ആ എക്സ്പെൻസീവ് ഗിഫ്റ്റ് അതിലാണ് നമ്മളെ കോൺസെൻട്രേഷൻ പോയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ അവസ്ഥ എന്താണ്, ഓക്കെ നമ്മളെ ലൈഫ് ഇപ്പം എങ്ങനെയാണ് പോകുന്നത്, അതിനുതകുന്ന രീതിയിൽ എനിക്ക് കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഏത് ചെറിയ മൊമെൻറ്റും നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.